പരമ്പരാഗത പാതയിലൂടെ ശബരിമല ദർശനം നടത്തുന്ന തീർത്ഥാടകർ ഉരക്കുഴിയിൽ സ്നാനം ചെയ്ത ശേഷമേ മടങ്ങാറുള്ളൂ. മഹിഷി നിഗ്രഹത്തിന് ശേഷം ശാപമോക്ഷത്തിനായി അയ്യപ്പൻ സ്നാനം ചെയ്തത് ഇവിടെയാണെന്നാണ് വിശ്വാസം. ഉരൽക്കുഴി തീർത്ഥത്തിൽ മൂർധാവ് മുങ്ങിയെത്തി വൃശ്ചികം മന്ത്രദീക്ഷയേറ്റു. സന്നിധാനത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെ പാണ്ഡിത്താവളത്തിന് സമീപമാണ് ഉരക്കുഴി. പുണ്യനദിയായ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്ന കൈവഴിയായ കുമ്പളം തൊട്ടിലെ വെള്ളച്ചാട്ടമാണ് ഉരക്കുഴിയിൽ സ്നാനഘട്ടമായി രൂപം പ്രാപിക്കുന്നത്. പാറക്കെട്ടിൽ തട്ടിത്തടഞ്ഞ് താഴേക്ക് വെള്ളമൊഴുകുന്നത് അയ്യപ്പന്മാർക്ക് മനോഹരമായ കാഴ്ചയാണ്. ഉയരത്തിൽ നിന്നും വെള്ളം താഴേക്ക് പതിച്ച് പാറ ഉരൽ പോലെ കുഴിഞ്ഞതിനാലാണ് ഉരക്കുഴി എന്ന് പേര് ലഭിച്ചതത്രേ. ദിവസവും നൂറുകണക്കിന് അയ്യപ്പന്മാരാണ് ഉരക്കുഴിയിൽ സ്നാനത്തിനെത്തുന്നത്. മലനിരകളിൽ നിന്നും വനാന്തരങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നാണ് വിശ്വാസം. പരമ്പരാഗത പാതയിലൂടെ വണ്ടിപ്പെരിയാർ വഴി ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ ഉരക്കുഴിയിൽ സ്നാനം നടത്തിയ ശേഷമാണ് സന്നിധാനത്ത് എത്തുന്നത്. കാടും മേടും താണ്ടി ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് ഉരക്കുഴിയിലെ സ്നാനം നവോന്മേഷം നൽകുന്നു. ഉരക്കുഴിയിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം ബി ആർ കാർത്തിക്, സൂര്യ ന്യൂസ്.